വൈദാ ഖീല ലഹും അയിൽ കുഫാരി, കാഫിര്യങ്ങളെങ്ങാനും പറയപ്പെട്ടാൽ ഇത്തബിഉ നിങ്ങൾ പിന്തുടരുന്നു ഒന്നിനെ അൻസല അള്ളാഹ് ഇറക്കി ഒന്നിനെ ഞങ്ങൾ പിന്തുടരുന്നു. അതെന്തിനാൽ പിന്നെ തൗഹീദ് ഏകദൈവ വിശ്വാസത്തിനാൽ, പിന്നെ തഹലീൽ ത്വയ്യിബാത്ത് അള്ളാഹ് ഹലാലാക്കി തന്ന ത്വയ്യിബായ സാധനങ്ങളില്ല, നല്ല നല്ല മാംസങ്ങൾ, അതിന് ഹലാലാക്കലിനാൽ അതൊക്കെ അള്ളാഹ് ഇറക്കി തന്നല്ലേ, അതിനെ നിങ്ങൾ പിന്തുടർന്നു. അങ്ങനെ അവരോട് പറയപ്പെട്ടാൽ കാലു അവർ പറയും ഇല്ല ഇല്ലല്ലോ, പറ്റൂല എന്ന് പറയും. മറിച്ചിനത്തബ് നമ്മൾ പിൻപറ്റുക തന്നെ ചെയ്യും. ആരെ? ഒന്നിനെ, ഒരു സംഗതി. അൽഫൈന നമ്മൾ എത്തിച്ചു, വജദിന നാം മനസ്സിലാക്കി, അലഹി അതിന്മേൽ, ആബാഅന ഞങ്ങളുടെ പിതാക്കന്മാർ ഏതൊന്നിന്മേലാണോ അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുക, ഞങ്ങൾ പിൻപറ്റൂല. അതെന്തിനാൽ മിനിഭാഗത്തിൽ അസ്നാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വതഹരീമി സവായിബി സായിബത്തുകളായ ഒട്ടകങ്ങളെ ഹറാമാക്കലിനാൽ, വൽ ബഹായിർ എന്താണ് ബഹീറത്ത്, അത് മറ്റൊരു ഐറ്റാണ്. അപ്പോൾ അതിനൊക്കെ ഞങ്ങളുടെ പിതാക്കന്മാരെ ഹറാമായി കണ്ടിരുന്നു, അതിനെ ഞങ്ങൾ ഹറാമാക്കും. അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചു, അതുകൊണ്ട് ഞങ്ങളും വിഗ്രഹത്തെ ആരാധിക്കും. കാലത്ത് ആല അള്ളാഹു തആല പറഞ്ഞു, അയത്തബിയൂന നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ അവരെ നിങ്ങൾ പിൻപറ്റുകയാണോ? വലൗകാന ആബാഉഹും എങ്ങനെയായിട്ടും, വലൗകാന ആബാഉ അല്ല, അയത്തബിയൂന എന്ന് വെച്ചാൽ അവരുടെ പിതാക്കന്മാരെ അവരെ പിൻപറ്റുകയെന്ന് വെച്ചാൽ അവരുടെ പിതാക്കന്മാരെ പിൻപറ്റുകയാണ്. വലൗകാന ആബാഉഹും അവരുടെ പിതാക്കന്മാരായിട്ടും ലായഅഖിലൂന ഒരു വകയും മനസ്സിലാക്കാത്തവരായിരുന്നിട്ടും, മിൻ അംരി ദീനിൻ്റെ കാര്യത്തിനാലുള്ള ഒന്നിനും അവർക്ക് അറിയില്ല. വലാ യഹ്തദൂന ഇലൽ ഹഖ് അവർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല. എന്നിട്ടും നിങ്ങൾ എങ്ങനെ അവരെ പിൻപറ്റുകയാണോ? അൽ ഹംസത്ത്, ഇവിടുത്തെ ഹംസയില്ലേ, ഏത് അയത്തബിയും അല്ല അവലോകാന എന്നുള്ള ആ ഹംസ, അത് ലിൽ ഇൻകാർ നിഷേധാത്മകമായിട്ടുള്ള ചോദ്യത്തിനുള്ളതാണ്. പിന്നെ ഇന്നലെ എങ്ങാണ്ടോ വമൻ തതവ്വ അവിടെ എന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയിരുന്നു. അവിടെ വമൻ തതവ്വ അവിടെ മറ്റൊരു ഖിറാഅത്തുണ്ട്, മയ്യത്തവ്വ എന്നാണ്. ഞാൻ മയ്യത്തവ്വ അങ്ങാണ്ട് ഓതിയത്. മയ്യത്തവ്വ അവിടെ പറയുന്നുണ്ട് ജസ്മ ചെയ്യപ്പെട്ടിട്ടാണ്. മഞ്ഞുകൊണ്ട് മുളാരിയായ ഫീലാണ് യത്തവ്വ. യത്തവ്വ എന്നാണ്. തായിൽ ഇദ്ഗാം ചെയ്തു, അങ്ങനെ യത്തവ്വ എന്നാകും. പിന്നെ മഞ്ഞ് ജസ്മ ചെയ്യും, അപ്പം മയ്യത്തവ്വ എന്നാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ومثل الذين كفروا كمثل الذي ينعق بما لا يسمع إلا دعاء ونداء. മസൽ എന്ന് വെച്ചാൽ ഉപമ, സിഫത്ത്, വിശേഷണം. അല്ലദീന ഒരു കൂട്ടരെ പറ്റിയുള്ള വർത്താനം എങ്ങനെയാണെന്ന് നോക്കാം. കഫറു സത്യം നിഷേധിച്ച ആളുകളുടെ ഉപമ. വമൻ പിന്നെ ഒരുത്തരുടെയും, യദ്ഉഹും അവർ ക്ഷണിച്ചു ഇവരെ, ഈ സത്യം നിഷേധിച്ചവരെ ക്ഷണിച്ചു, ഇലൽ ഹുദ സന്മാർഗത്തിലേക്ക്. അപ്പോൾ സത്യം നിഷേധിച്ച ആളുകളെയും സത്യം നിഷേധിച്ചവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരുടെയും ഉപമ കമസലില്ലതി യാതൊരുവനെ പോലെയാണ്. യൻഇഖു എന്ന് വെച്ചാൽ യുസവിത്തു, അവൻ ശബ്ദമുണ്ടാക്കുന്നു. ബിമ അവിടെ ബായിന് അലയുടെ അർത്ഥമാണ്. ബിമ എന്ന് വെച്ചാൽ ഒന്നിൻ്റെ മേൽ ഒച്ച ഉണ്ടാക്കുന്നു. എങ്ങനെയുള്ള ഒന്ന്? ലാ യസ്മഉ അത് കേൾക്കുന്നില്ല, ഇല്ലാ ദുആ വിളിയെ, ദുആ തേട്ടം, വനിദാ വിളിയെ, അതായത് വിളി മാത്രം കേൾക്കും. വിളിയല്ലാതെ ഒന്നും കേൾക്കൂല. വിളിയല്ലാതെ ഒന്നും കേൾക്കാത്ത ഒന്നിന്മേൽ ശബ്ദം ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ ജീവികളെയൊക്കെ വിളിക്കുകയാണെങ്കിൽ കോഴി ബബ്ബ, ആടിന് അങ്ങനെ വിളിക്കുമല്ലോ. വിളിക്കുമ്പോൾ വിളി എന്ന സംഗതി മാത്രം മനസ്സിലാക്കുക. എന്താണ് അതിൻ്റെ മാന, അതിന് എന്താണ്, ഒന്നും അതിന് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പം ഗ്രാഹ്യശേഷി ഇല്ലാത്ത ആളുകളെ പോലെയാണ് ഇവരുടെ ഉപമ, ആരുടെ? കാഫിര്യങ്ങളുടെ ഉപമ. അപ്പോൾ ഇവിടെ തഫ്സീറിൽ കൂട്ടിക്കൊടുത്തു അവരെ സന്മാർഗത്തിൽ ക്ഷണിച്ച ആളുകളുടെ ഉപമ. അതായത് ഈ മറ്റുള്ളവർ ഇവർ സന്മാർഗത്തിൽ ക്ഷണിച്ചിട്ടും കാര്യമില്ല, കാരണം അവർക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല എന്ന്. അതായത് സൗത്തൻ ശബ്ദം മാത്രം കേൾക്കും, ശബ്ദത്തെ അല്ലാതെ അവൾ കേൾക്കൂല എന്ന്. ഇവിടെ ദുആ നിദാന്ന് വെച്ചാൽ എന്താണ്? ശബ്ദത്തെ ഉള്ളവർ കേൾക്കുള്ളൂ, ശബ്ദം അല്ലാതെ വേർന്ന് കേൾക്കും, ഒന്നും സംഗതി മനസ്സിലാവൂല. വലാ യഫ്ഹമു ഈ ഒരു കൂട്ടർ എന്താക്കുകയില്ല. കമസലില്ലദീ എന്ന് പറഞ്ഞില്ലേ, അല്ല കമസലില്ലദീ എന്ന് പറഞ്ഞു, അല്ല വമസലുല്ലദീന എന്ന് പറഞ്ഞു. കഫറു ഈ കാഫിരീങ്ങളായ ആളുകൾ, വലാ യഫ്ഹമു അവർ മനസ്സിലാക്കുന്നില്ല. മഅനാഹു അതിൻ്റെ അർത്ഥം, ഇവർ വിളിക്കുന്ന സന്മാർഗത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അവർ മനസ്സിലാക്കുന്നില്ല. അതായത് ഹും അവർ ഫി സമാഇൽ മൗഇലതി വ അദ്മി തദബുരിഹ അവർ ഏതിൽ തന്നെയാണ്? സമാഇൽ മൗഇലതി ഉപദേശത്തിൽ കേൾക്കുന്നതിൽ തന്നെയാണ്. അതായത് ഉപദേശം അവർ കേൾക്കുന്നുണ്ട്, പക്ഷേ അദ്മി തദബുരിഹ
ആ ഉപദേശത്തെ അവരെന്ത് ചെയ്യുന്നില്ല, മൗലത്തിന് അവർ ചിന്തിക്കുന്നില്ല. ആ ഒരു വിഷയത്തിലാണ്. ആരെ പോലെ? കൽ ബഹായിമി, മൃഗങ്ങളെ പോലെ. തസ്മ, ഈ മൃഗങ്ങൾ കേൾക്കും, സൗത്ത റായിഹ, മൃഗത്തെ തെളിച്ചു നടക്കുന്ന അതിൻ്റെ റായി, ഇടയൻ എന്നൊക്കെ പറയില്ലേ, ആടൊക്കെയാണ് ആട്ടിടയൻ. അപ്പം ഈ ഇടയൻ അല്ലെങ്കിൽ അതിനെ തെളിച്ച് നടത്തുന്ന ആള്, അയാളുടെ ശബ്ദത്തെ എന്ത് ചെയ്യും, ഇവർ കേൾക്കുന്നുണ്ടാകും. വല തഫ്ഹമു ഹു, പക്ഷേ ഈ എന്താണ് പറഞ്ഞ സംഗതി എന്താണെന്ന് ഈ മൃഗം എന്താക്കൂല, മനസ്സിലാകുകയില്ല. ഹും, ആ കൂട്ടർ സുമ്മുൻ, ആരാണ്? സുമ്മാണ്, മൂകരാണ്, ബുക്കുമുൻ, ബധിരരാണ്, ചെവി കേൾക്കാത്തവരാണ്. സുമ്മുൻ, വായ സംസാരിക്കാൻ ശേഷിയില്ലാത്തവരാണ്. ബധിരരാണ്, ബുക്കുമുൻ അല്ല മൂകനാണ്. സുമ്മെന്ന് വെച്ചാൽ മൂകനാണ്, ബുക്കുമുൻ ബധിരനാണ്, ചെവി കേൾക്കാത്തവനാണ്. അമ്യുൻ, അമേട, അബുക്കമ്, അസമിൻ്റെ ഒക്കെ ജമാണിത്. അമ്യുൻ, അന്ധരാണ്. ഫഹും, അപ്പോൾ അവരെന്താണ്? ലാ യഅഖിലൂനൽ മൗഇദത, മൗഇദത്തിനെ, ഉപദേശത്തെ അവർ മനസ്സിലാക്കുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുലു, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളിൻ, മിൻ ത്വയ്യിബാതി, മിൻ ത്വയ്യിബാതി, നല്ല സാധനങ്ങളിൽ നിന്നും. നല്ലതെന്ന് വെച്ചാൽ എന്താണ്? ഖുർആന്റെ വിവക്ഷ ഹലാലാത്തിൻ, ഹലാലായ സംഗതികളിൽ നിങ്ങൾ ഭക്ഷിച്ചോ. മാ, ഒന്നിനെ ഭക്ഷിച്ചോ. റസഖനാക്കും, നാം നിങ്ങൾക്ക് നൽകിയ. വഷ്കുറു, നിങ്ങൾ നന്ദി ചെയ്തോ. ഇല്ലാഹി, അല്ലാഹു തആലക്ക്, അലാ മാ, ഒന്നിന്മേൽ, അഹലലക്കും, അവൻ നിങ്ങൾക്ക് ഹലാലാക്കി തന്ന ഒന്നിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ അർപ്പിച്ചോ, നന്ദി അർപ്പിച്ചോ, കൃതജ്ഞത അർപ്പിച്ചോ. ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം, ഇയ്യാഹു മുന്തിച്ചു അല്ലെ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത, ഇന്നമാ ഹറമ, നിശ്ചയം അവൻ ഹറാമാക്കിയത്, അലൈക്കും, നിങ്ങളുടെ മേൽ, അൽ മൈതത, എന്തിനെ മാത്രമാണ്? ശബത്ത മാത്രമാണ്. അതായത് ശബത്ത ഹറാമാക്കി എന്ന് വെച്ചാൽ ഐ അക്ലഹ, അതിനെ തിന്നലിനെയാണ്. ഇതിൽ കലാമു ഫീഹി, അതിൻ്റെ അങ്ങനെ ഇതിൽ കലാമു, ഇവിടെയുള്ള സംസാരം ഫീഹി, ആ വിഷയത്തിലാണ്, തിന്നുന്നതിൻ്റെ വിഷയത്തിലാണ് അല്ലേ, തിന്നുന്നതിൻ്റെ വിഷയത്തിലാണ് ഇവിടുത്തെ സംസാരം. അപ്പം ശവം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഒരു സംഗതിനെ പറ്റി ഹറാമ് ഹലാലെന്നില്ല, അത് ചെയ്യാം അല്ലെ. ഒരു തടി വസ്തുവിനെ പറ്റി ഹലാല് ഹറാമെന്നില്ല, അതിന് ഉപയോഗിക്കല്, അതിനെ കുടിക്കല്, തിന്നല്, അതൊക്കെ അതിനെ സംബന്ധിച്ചാണ് ഹലാല് ഹറാമ്, പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണല്ലോ. അപ്പോൾ ഇവിടുത്തെ സംസാരം അതിലെന്ന് വെച്ചാൽ ഇതിനെ ഭക്ഷിക്കുന്ന വിഷയത്തിലാണ്. ഒക്കെ അതാ ഇപ്രകാരം തന്നെയാണ് മാബാദ, അതിന് ശേഷമുള്ളത്. ഇവിടെ മൈത്തത്ത് എന്ന് പറഞ്ഞാൽ മൈത്തത്തിനെ തിന്നുന്ന വിഷയമാണ്. ശേഷം ദമ് എന്ന് പറയുന്നത് അതും ദമിന് കഴിക്കുന്ന വിഷയമാണ്. വഹിയ, ഈ മൈത്തത്ത് എന്ന് വെച്ചാൽ എന്താണ്? മാലം യുറക്ക ഷറ അനുസരിച്ച്, ഷറഇനാൽ എന്താണ്, അറക്കപ്പെടാത്ത ജീവിയാണ് മൈത്തത്ത്. ഉലഹിക ബിഹ, ആ മൈത്തത്തിനോട് ചേർക്കപ്പെട്ടു. ബി സുന്നത്തി, ഹദീസ് തെളിവായിക്കൊണ്ട്, സുന്നത്ത് എന്ന് വെച്ചാൽ നബിയ, സുന്നത്ത് തെളിവായിക്കൊണ്ട്, ഹദീസ് തെളിവായിക്കൊണ്ട്, മാ, ഒന്ന്, ഉബീന, അത് വേർതിരിക്കപ്പെട്ടു. മിൻ ഹയ്യിൻ, ഒരു ജീവിയിൽ നിന്നും. അപ്പോൾ ജീവനുള്ളതായിരിക്കും, അതിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഒരു ഭാഗം അതിനോട് ചേർക്കപ്പെട്ടു, അതിനെയും കഴിക്കാൻ പറ്റൂല. എന്നാൽ ഹസ്സ മിൻഹ, ഷാരി അല്ലെങ്കിൽ ഹുസ്സ മിൻഹ, അവയിൽ നിന്നും പ്രത്യേകമാക്കപ്പെട്ടു, അങ്ങനെയാണ് കുഴപ്പമില്ല. അസ്തമക്കവും, മത്സ്യം, വലിച്ചെറാത്, വെട്ടുകിളി. അപ്പം മത്സ്യവും വെട്ടുകിളിയും എങ്ങനെയാണ് കുഴപ്പമില്ല, അതിന് അർത്ഥോ അങ്ങനെ ഒന്നുമില്ല, നേരെ അങ്ങോട്ട് കഴിക്കാം, കുഴപ്പമില്ല. പിന്നെ ദമിനെയും ഹറാമാക്കി, ദമിനെയും മാത്രമാണ് ഹറാമാക്കിയത്. അതിൽ മഫ്സുഹ, ചിന്തപ്പെടുന്ന രക്തം. കമാഫിൽ അന്നാമി, അന്നാമ സൂറത്തിലുള്ളതുപോലെ, അപ്പോൾ അന്നാമ സൂറത്തിൽ പറഞ്ഞ പോലത്തെ രൂപത്തിൽ. വലഹമൽ ഖിൻസീരി, പന്നി മാംസം, അതിനെയും മാത്രമാണ് ഹറാമാക്കിയത്. ഹുസ്സൽ ലഹമു, ഇവിടെ ലഹം എന്താണ് പ്രത്യേകമാക്കപ്പെടുന്നത്? എന്താ, പന്നിയുടെ മാംസം മാത്രമല്ല പറ്റാത്തത്, ബാക്കി പന്നിയുടെ നെയ്യോ മറ്റോ ഒക്കെ കഴിക്കാൻ പറ്റുമോ? ഇല്ല, കഴിക്കാൻ പറ്റൂല. അതിൻ്റെ പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് ലഹമിനെ മാത്രം പറഞ്ഞത്. അതിൽ അന്നഹു മുഅല്ലമുൽ മഖ്സൂദി, ഉദ്ദേശിക്കപ്പെടുന്നതിൽ നിന്നും മുഅല്ലമു, പ്രധാന പങ്കും അത് തന്നെയാണല്ലോ. ഏതൊരു ജീവിയാണെങ്കിലും അതിൻ്റെ മാംസം തന്നെയാണല്ലോ കഴിക്കപ്പെടുന്നതിൽ പ്രധാന പങ്ക്. അപ്പോൾ പന്നി മാംസം പറ്റൂല എന്ന് പറഞ്ഞു. വൈറുഹു തബഅല്ലഹു, വൈറുഹു, ഈ പന്നിയുടെ മാംസം അല്ലാത്തത് തബഅല്ലഹു, ഈ പന്നിയുടെ മാംസം അല്ലാത്തത് പന്നി മാംസത്തോട് തുടരുന്നതാണ്. പന്നി മാംസം കഴിക്കാൻ പറ്റാത്തതുപോലെ പന്നിയുടെ മറ്റു സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല, ഹറാമാണ്. വമാ ഉഹില്ല, പിന്നെ ഒന്നിനെയും മാത്രമാണ് അള്ളാഹ് ഹറാമാക്കിയത്. ഉഹില്ല, ശബ്ദമുണ്ടാക്കപ്പെട്ടു, ബിഹിയ, ഒന്നിനെയും കൊണ്ട്. അതായത് അല്ലാത്ത അലി വൈരില്ല, അള്ളക്ക് വേണ്ടിയല്ലാതെ വേറെന്തിൻ്റെയും പേര് ഉച്ചരിച്ചുകൊണ്ട് അറക്കപ്പെട്ട സാധനം, അതിനെയും മാത്രമാണ് അള്ളാഹ് ഹറാമാക്കിയത്. അതായത് റുബിഹ അലസ്മി വൈരിഹി, റുബിഹ, ആ ഒന്ന് അറക്കപ്പെട്ടു, അലസ്മി വൈരിഹി, അള്ളാഹു അല്ലാത്തവരുടെ പേരിന്മേലായിട്ട്. ഇഹ്ലാൽ എന്ന് വെച്ചാൽ റഫ്ഉ സൗത്തി, ശബ്ദത്തെ ഉയർത്തലാണ്. അപ്പോൾ കാനും അവരായിരുന്നു ഇർഫാഉനഹു, ശബ്ദത്തെ ഉയർത്തുമായിരുന്നു. അതിനെന്ന് വെച്ചാൽ ശബ്ദത്തെ ഉയർത്തുമായിരുന്നു. ഇന്ദ ദബിഹി, അറക്കുന്ന വേളയിൽ, ആലിഹത്തിയും, അവരുടെ ആരാധ്യന്മാർക്ക്. ഫമനൽ തുറ, ആരെങ്കിലും നിർബന്ധിതനായി, അതായത് അൽജഅത്തുഹു, അവനെ തള്ളിവിട്ടാൽ, അള്ളറൂറത്ത്, അനിവാര്യത. അപ്പം ഇക്റാഹും ഇൽജാവും വ്യത്യാസമുണ്ട്. ഇക്റാഹ് എന്ന് വെച്ചാൽ നിർബന്ധിക്കുക,
നിർബന്ധിക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇതാക്കും, അല്ല ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും പണി കൊടുക്കും എന്ന രൂപത്തിൽ അത് നിർബന്ധിക്കലാണ്. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ യാതൊരു തരത്തിലും ഒരു ഓപ്ഷനും ഇല്ലാത്ത രൂപമാണ് ഇൽജാ. അതായത് ലറൂറത്ത് അതേ നടക്കുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റൂല. അത്തരത്തിൽ എന്തായി, അവനെന്തായി, ബുദ്ധിമുട്ടുള്ളവനായി. അവന് ലറൂറത്ത് എന്തായി, അവനെ ബുദ്ധിമുട്ടിച്ചു. പിന്നെന്ത് ചെയ്യാ, ഭക്ഷണം വേറൊന്നും കഴിക്കാതെ വരിക. അപ്പോൾ എന്താണ്, അവന് വേറൊരു ഓപ്ഷൻ ഉണ്ട്, സ്വന്തം ശരീരത്തിന് എന്താക്കുക, അതിൻ്റെ ജീവൻ വെടിയുക. അത് ശരിയല്ല. അപ്പോൾ എന്താണ്, സ്വന്തം ജീവനെ വെടിയാത്ത രൂപത്തിൽ ഏതെങ്കിലും അടുത്ത് എന്തായി ബുദ്ധിമുട്ടായി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തരത്തിൽ എന്താണ്, ഒന്നുകിൽ സ്വന്തം ജീവൻ വെടിയേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ, അതാണ് നിർബന്ധിതനായാൽ ഇലാക്കിൽ മിമ്മാതുക്കറ പറയപ്പെട്ടതിൽ നിന്നും എന്തെങ്കിലും ഒന്നിനെ തിന്നുന്നതിലേക്ക് അനിവാര്യ ഘട്ടത്തിനെത്തിയാൽ ഫഅകലഹു എന്നിട്ട് അവൻ അതിനെ തിന്നു. ഗൈറ ബാഗിൻ അവൻ തന്നെ ബാഗി അല്ലാത്ത നിലയ്ക്ക്. ബാഗി എന്ന് വെച്ചാൽ അക്രമം പ്രവർത്തിക്കാത്ത, ഖാരിജിൻ അനിൽ മുസ്ലിമീൻ അൽ മുസ്ലിമീൻ. ഗൈറ ബാഗിൻ കുറ്റമൊന്നും ചെയ്യാത്തവനായ നിലയ്ക്ക്, അഥവാ ഖാരിജിൻ അലൽ മുസ്ലിമീൻ. ഖറജ അലാന്ന് വെച്ചാൽ വിപ്ലവം ഉണ്ടാക്കുകയാണ്, അലൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുന്നതിനായിട്ട് അങ്ങനെ ഒന്നും ആവാതെ, വല ആദിൻ അക്രമം പ്രവർത്തിക്കുന്നതിനാവാതെയും, എന്താണ് മുതഅദ്ദിൻ അലൈഹിം അവരുടെ മേലെ എന്താണ് പരിധി ലംഘിക്കുക, ക്രമം ലംഘിക്കുക, അക്രമം പ്രവർത്തിക്കുന്നതിനാവാത്ത നിലയ്ക്ക്, ഇത്തരീതി വഴിയൊക്കെ കൊള്ളയടിക്കലുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള ആവാത്ത നിലയ്ക്ക് എന്ത് ചെയ്യാം, ആരെങ്കിലും നിർബന്ധിതനായാൽ ഫലായിസ്മ അലൈഹി ഫി അക്ലിഹി, ഫലായിസ്മ യാതൊരു കുറ്റവുമില്ല അലൈഹി അവൻ്റെ മേൽ, ഫി അക്ലിഹി അതിനെ തിന്നുന്ന വിഷയത്തിൽ, അനിവാര്യ ഘട്ടത്തിലൊക്കെ. ഇന്നല്ലാഹ നിശ്ച അല്ലാഹു തആല ഗഫൂറുൽ ലി ഔലിയാഇഹി തൻ്റെ എന്താണ് ഔലിയായിന്, അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ച ആളുകൾക്ക് അള്ളാഹ് എന്ത് ചെയ്യും, പുറത്തു കൊടുക്കുന്നതാണ്. റഹീമും ബി അഹ്ലി തആത്തിഹി അള്ളാഹുവിനെ വഴിപ്പെടുന്ന അതിൻ്റെ അഹ്ലുകാർ, അതിൻ്റെ ആളുകളുണ്ടല്ലോ, അവരോട് അള്ളാഹ് ഏറെ കരുണയുള്ളവനുമാണ്. ഹൈസു വസ്അലഹും ഏതൊരു നിലയ്ക്ക്, ഹൈസു വസ്അലഹും അള്ളാഹു അവർക്ക് വിശാലമാക്കി, ഫി ദാലിക അതിൽ ഒരു വിശാലത നൽകിയില്ലേ. ഖറജൽ ബാഗി വൽ ആദി ഈ ഒരു സംഗതിയിൽ നിന്നും ബാഗിയും ആദിയും എന്തായി പുറപ്പെട്ടു. ഒരു കുറ്റം ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അക്രമം പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ ഒരു ഇളവില്ല. ഈ ഒരു വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ ഭാഗത്തിലൂടെയാണ് അള്ളാഹ് നമുക്കൊക്കെ എന്തെങ്കിലും വിശാല ചെയ്തെന്ന്, ഇൽത്തിറാറിലായാൽ കഴിക്കാന്നുള്ളതിൽ. ഇൽഹഖു ബിഹിമ ഈ ബാഗിയോടും ആദിയോടും ചേർക്കപ്പെടും. കുല്ലു ആസിൻ എല്ലാ പാപികളും, എല്ലാ പാപം ചെയ്യുന്ന ആളുകളും, ബിസഫരി തങ്ങളുടെ യാത്ര കൊണ്ട്, കൽ ആബിക്ക് ഒളിച്ചോടുന്നവനെ പോലെ, വൽ മക്കാസിനെ പോലെ, മക്കാസിനെ നല്ല ചുങ്കം പിരിക്കുന്ന ആളെ പോലെ, ഫലായ ഹിലുലഹും അപ്പോൾ അവർക്ക് അനുവദനീയമല്ല അക്രുഷീൻ ഒന്നിനെ തിന്നലും, മിന്ദാലിക്കായി ഇത്തരം ഇപ്പോൾ ഹറാമാക്കിയ കാര്യങ്ങൾപ്പെട്ട ആ കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെ തിന്നലും, മാലം യതൂബു അവർ പശ്ചാത്തപിക്കാത്ത കാലത്തോളം, അലിഹി അതിന്മേലാണ് ഖാല ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇന്നല്ലദീന നിശ്ചയം ഒരു കൂട്ടർ യക്തുമൂന അവരെ മറച്ചു വെക്കുന്നു, മാ ഒന്ന് അൻസൽ അല്ലാഹു അള്ളാഹ് ഇറക്കിയ ഒന്നിന്, മിനൽ കിതാബി കിതാബിനാൽ അള്ളാഹ് ഇറക്കിയില്ല. എങ്ങനെയുള്ള കിതാബ്, അൽ മുസ്തമിലി ഉൾക്കൊള്ളിക്കുന്ന, അലാ നാതി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണത്തെ. അത് ഏതാണ്, ഏത് ടീമാണ് അവർ, വഹും യഹൂദ് അവർ ജൂതന്മാരാണ്, വയസ്തറൂന ബിഹി അവർ അതിനെ പകരമായിട്ട് വാങ്ങുകയും ചെയ്യുന്ന, സമനം കലീല തുച്ഛമായ വിലയെ. അവർ ഈ വേദത്തിലുള്ള കാര്യങ്ങൾ എന്താണ്, മറ്റുള്ളവരുടെ സൈഡ് അനുസരിച്ച് വെക്കുന്നു, എന്നിട്ട് അവർ തുച്ഛമായ പണം ആളുകളിൽ നിന്ന് സ്വീകരിക്കുന്നു, മിന ദുനിയാവിൽ നിന്നുള്ള, അതാണ് സമനം കലീല. യഹുദുനുഹു അവർ ആ സമനം കലീലിനെ തുച്ഛമായ തുകയെ സ്വീകരിക്കുന്നു, ബദലഹു ഈ കിതാബിന് പകരമായിട്ട്, മിൻ സുഫലതിഹിം അവരുടെ അടിത്തട്ടിലുള്ള ആളുകളിൽ നിന്ന്, സഫലത്തിഹിം അവരുടെ അടിത്തട്ടിലുള്ള ആളുകളിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. നമ്മൾ ഹദമത്ത് എന്നൊക്കെ പറയാറുണ്ട്, സേവകവൃന്ദം, അതുപോലെ തന്നെ സഫലത്തിഹിം. അപ്പം ആ ജൂത പണ്ഡിതന്മാർ സാധാരണ നാടന്മാരിൽ നിന്ന് എന്ത് ചെയ്യും, പൈസ വാങ്ങും, അവർക്ക് അനുസരിച്ചുള്ള രൂപത്തിൽ എന്ത് ചെയ്യും, അവർ കിതാബിനെ മാറ്റും. അപ്പം ഫലാ യൽഹറൂനഹു അവര് അതിനെന്താക്കൂല, ഫലാ യുഹിറൂനഹു അവരതിനെന്താക്കൂല, ലാഹിറാക്കൂല, പ്രകടമാക്കൂല, ആളുകൾക്ക് മുമ്പിൽ കാണിക്കൂല. ഖൗഫ ഫൗതിഹി അലൈഹിം അവരുടെ മേലെ അതെങ്ങാനും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട്. ഈ സമങ്കലീലിന് കിട്ടണമല്ലോ ഇവർക്ക്, പുരോഹിതന്മാർക്ക്. ഉലായിക്ക അവര് മായക്കുലൂന ഫീ ബുത്തൂനിഹിം മായക്കുലൂന അവർ കഴിക്കുന്നില്ല, ഫീ ബുത്തൂനിഹിം അവരുടെ വയറുകളിൽ, ഇല്ലെന്നാൾ തീ അല്ലാതെ കഴിക്കുന്നില്ല. ലി അന്നഹാ കാരണം എന്താണ്, ഈ തീ എന്നുള്ളത് മആലഹും അവരുടെ മആലാണ്, അവരുടെ മടക്ക സ്ഥലമാണ്. കാരണം എന്താണ്, നരകാണല്ലോ അവർ പോകാനുള്ള സ്ഥലം.
വലാ യുകല്ലിമുഹുമുല്ലാഹു അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല യൗമൽ ഖിയാമത്ത് നാളിൽ ഗളബൻ അലൈഹിം അവരോടുള്ള കോപം കാരണത്താൽ വലാ യുസക്കീഹിം അല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല യുതഹിറു അല്ലാഹു അവരെ ശുദ്ധീകരിക്കുകയില്ല മിൻ ദനസി ദുനൂബ് പാപത്തിൻ്റെ ധനസ് ദുനൂബ് പാപങ്ങളുടെ ആ ഒരു മ്ലേച്ഛതയിൽ നിന്നും അള്ളാഹ് അവരെ ശുദ്ധീകരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. മുഅലിമിൻ വേദന ഉണ്ടാക്കുന്ന ശിക്ഷയുണ്ട്. ഹുവന്നാർ അത് നരകമാണ്. ഉലായിക അവർ അല്ലദീന ഒരു കൂട്ടരാണ് ഇസ്തറൗല്ലലാലത്ത വഴികേടിനെ വാങ്ങി ബിൽഹുദ സന്മാർഗത്തിന് പകരം ദുർമാർഗത്തെ വാങ്ങിയവരാണ്. അവരാ ദുർമാർഗത്തെ എടുത്തു ബദലഹു സന്മാർഗത്തിന് പകരമായിട്ട് ദുനിയാവിൽ വെച്ച് വൽ അദാബ ബിൽ മഗ്ഫിറത്ത് പാപമോചനത്തിന് പകരമായിട്ട് അവരെന്നും വാങ്ങി ശിക്ഷേനെ ഏറ്റുവാങ്ങി. എങ്ങനെയുള്ള പാപമോചനം? അൽ മുഅദ്ദത്തി തയ്യാറാക്കപ്പെട്ട ലഹും അവർക്ക് വേണ്ടി ഫിൽ ആഖിറത്ത് ലൗ ലം യക്തുമു അവരെങ്ങാനും അവർക്ക് ഇറക്കി കൊടുത്ത ആ തൗറാത്തില്ല, ആ തൗറാത്തിൽ നിന്ന് അവരെങ്ങാനും മറച്ച് വെച്ചിട്ടില്ലായിരുന്നു, ജനങ്ങളിൽ നിന്നും മറച്ചെങ്ങാനും വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആഖിറത്തിൽ അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആ മഗ്ഫിറത്ത് ഉണ്ടാവുമായിരുന്നു. ആ മഗ്ഫിറത്തിന് അവരെന്ത് ചെയ്തു? ഈ മറച്ചു വെക്കൽ കൊണ്ട് എന്ത് ചെയ്തു? ആ മഗ്ഫിറത്തിന് പകരാക്കി എന്തിന്? അദാബിന് ശിക്ഷനെ അവർ സ്വീകരിച്ചു. ഫലത്തിൽ അവർക്ക് ശിക്ഷ കിട്ടുന്നതെന്ന്. ഫമാ അസ്ബറഹും അലന്നാർ അപ്പം മാ ഫലവസനാണ്. ഫമാ അസ്ബറഹും അവർക്ക് എന്തൊരു ക്ഷമയാണ്. മാ ഫലവസനില്ലേ അതാണ്, അവർക്ക് എന്തൊരു ക്ഷമയാണ് അലന്നാർ നരകത്തിന് മേൽ. അതായത് മാ അശദ് സബർഹും അവരുടെ ക്ഷമക്ക് എന്ത് ശക്തിയാണുള്ളത്, അവരുടെ ക്ഷമയ്ക്ക് എന്തൊരു ശക്തിയാണ്. അപ്പോൾ അതെന്താണ്? തഅജീബ് ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്കുള്ള ഒരു അത്ഭുത പ്രകടനമാണ്. മിൻ ഇർതികാബിഹിം ഈ മുഅ്മിനീങ്ങൾ അത്ഭുതപ്പെടുന്നതാണ്. എന്ത് കാരണം? തമിൻ ഇർതികാബിഹിം ഈ കാഫിരീങ്ങളായ ആളുകൾ പ്രവർത്തിക്കുന്നു മുജിബാതിഹ ആ നരകത്തെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളെ. മിൻ ഗൈരി മുബാലാത്തിൻ ഒരു മുബാലാത്തും കൂടാതെ, ഒരു പരിഗണനയും കൂടാതെ. വൈല്ല അങ്ങനെയെങ്കിൽ ഫയ്യു സബരിലകും പിന്നെ അവർക്ക് പിന്നെന്ത് ക്ഷമയുള്ളത്? ഒരു പരിഗണനയും കൂടാതെ അവരെന്താണ് ഒരു കുഴപ്പമില്ലാതെ കൂളായിട്ട് അവരെന്ത് ചെയ്യുന്നു? ഇത്തരം മോശമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ കിതാബിനെയൊക്കെ മറച്ചു വെക്കുന്നു. ഈ പറയപ്പെട്ടത് ദാലിക അത് അല്ലത് എങ്ങനെയുള്ളത് ദുഃഖറ പറയപ്പെട്ട എന്തിനാൽ പറയപ്പെട്ട മിൻ അക്ലിഹി മുന്നാർ അവരവരുടെ എന്താണ് വയറുകളിൽ തീയല്ലാതെ തിന്നുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം മിൻ അക്ലിഹി മുന്നാർ അവർ തീയെ തിന്നുന്നു എന്നതിനാൽ പറയപ്പെട്ട സംഗതി ഉണ്ടല്ലോ. അമ്മബാധ അത് വിട്ട് അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെയും അതെന്ത് കാരണത്താൽ ഉണ്ടാകുന്നതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്സല അവൻ ഇറക്കി എന്നതുകൊണ്ടാണ് അൽ കിതാബിനെ ബിൽ ഹഖി സത്യസന്ധമായി അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ രൂപത്തിൽ ഇറക്കേണ്ട വിധം അള്ളാഹു ഗ്രന്ഥത്തെ ഇറക്കി എന്നതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. മുതഅല്ലഖും ബി നസ്സല എന്നതിനോട് ബന്ധിക്കപ്പെട്ടതാണ്. ഫഖ്തലഫൂ ഫീ അങ്ങനെ അവര് കിതാബ് ഇറക്കിയപ്പോൾ അവർ ആ കിതാബിന്റെ വിഷയത്തിൽ നിന്ന് അഭിപ്രായ വ്യത്യസ്തരായി. ഹൈസു ആമനു ബിബഅദിഹി അവരെന്ത് ചെയ്യും? വ്യത്യസ്ത അഭിപ്രായം അവർ തന്നെ എന്തായി? ഇഖ്തിലാഫാകുക എന്ന് വെച്ചാൽ എന്താണ് നോക്കാം. ഹൈസു ഒരു നിലക്ക് ആമനു അവർ വിശ്വസിച്ചു ബിബഅദി അതിൽ ചിലതിനെ കൊണ്ട്, കഫറു ബിബഅദി അതിൽ ചിലതിനെ കൊണ്ട് അവർ അവിശ്വസിക്കുകയും ചെയ്തു. എങ്ങനെ? ബി കത്മിഹി അതിനെ മറച്ചു വെക്കൽ കൊണ്ട്. അപ്പം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഖ്തിലാഫായ നല്ല ഇവിടെ പറയുന്നത് മറിച്ച് എന്താണ്? അവർ കിതാബിൽ കുറച്ച് വിശ്വസിക്കും, കുറച്ച് വിശ്വസിക്കൂല. കുറച്ച് വിശ്വസിക്കാതിരിക്കുന്ന എങ്ങനെയാണ്? കുറച്ച് ഭാഗം മറച്ചു വെക്കൽ കൊണ്ട്. അപ്പം അവരുടെ വിഷയത്തിൽ നിന്ന് ഇഖ്തിലാഫായി. കുറച്ച് വിശ്വസിക്കുന്നു, കുറച്ച് വിശ്വസിക്കാതിരിക്കുന്നു. ഏറ്റവും വ്യത്യാസമാണ്. ഇനി ഇന്നല്ലദീന ഇഖ്തലഫൂ ഫിൽ കിതാബ് ഇന്നല്ലദീന ഒരു കൂട്ടർ അവർ ഇഖ്തിലാഫിലായിരിക്കുന്നു, അഭിപ്രായ വ്യത്യസ്തരായിരിക്കുന്നു ഫിൽ കിതാബിൽ ബിദാലിക അതുകൊണ്ട്. വഹുമുൽ യഹൂദ അവർ ജൂതന്മാരാണ്. വഖീല ഒരു കൗലുണ്ട് അൽ മുശ്രിക്കൂൻ അത് മുശ്രിക്കീങ്ങളാണ്. ഫിൽ ഖുർആനിന്റെ വിഷയത്തിൽ ശിർക്ക് വെക്കുന്നവരാണ്. ഹൈദു ഖാല ബഅദുഹും ഖുർആനിന്റെ വിഷയത്തിൽ മുശ്രിക്കീങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഹൈദു ഖാല ബഅദുഹും അവരിൽ ചിലർ പറഞ്ഞ നിലക്ക് ഷിഅറുൻ ഈ ഖുർആൻ എന്താണെന്ന് പറഞ്ഞു, ഖുർആനെ പറ്റി അത് കവിതയാണെന്ന് പറഞ്ഞു. ബഅദുഹും ചിലരെന്താ പറഞ്ഞു? സിഹ്ർ മാരനാണെന്ന് പറഞ്ഞു. ബഅദുഹും അവർ ചിലരെന്താ പറഞ്ഞു? കഹാനത ജ്യോത്സ്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഖുർആൻ അല്ലാത്ത മറ്റൊന്നിനോട് പങ്കു ചേർത്ത ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ മുശ്രിക്കീങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അല്ല ജൂതന്മാരാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ആളുകൾ ലഫി ഷിക്കാഖ് എന്ന് വെച്ചാൽ തന്നെ ഖിലാഫാണ്. ഖിലാഫിൻ ബഈദ് വിദൂരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ്. അനിൽ ഹക്കി സത്യത്തെയും തൊട്ട് വിദൂരത്തുള്ള ഖിലാഫിലാണ് അവരുള്ളത്.
എതിരിലാണ് അവർ ഉള്ളത്. എതിർ എന്ന് വെച്ചാൽ എതിർഭാഗത്താണ് അവരുള്ളത്.